കുടിക്കാൻ നല്ല വെള്ളമാണ് ഇതിലെ വരുന്നതിനുള്ളൂ. മേളിൽ അവർ കുളിക്കുന്നതൊക്കെ അതൊക്കെയാ വരാൻ വഴിയുള്ളു. അല്ല അവിടെ വെള്ളത്തിൽ ചാടുന്ന സ്ഥലമൊക്കെ വെള്ളച്ചാട്ടം. ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനിപ്പം വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ വീടിൻ്റെ മുകളിലാണ്. അപ്പം ഇത് കണ്ണൂർ അടയ്ക്കാത്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഈ മലയുടെ മുകളിൽ ഒരു പാറ വീണ്ടിരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു പാറ അവിടുന്ന് ഉരുണ്ട് പോവുകയാണെങ്കിൽ അടയ്ക്കാത്തോട് എന്ന് പറഞ്ഞാൽ ഗ്രാമം ഫുള്ള് പോവും. അപ്പോൾ ഇത് വയനാട് പോലൊരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ഇതിൽ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം ഇതിപ്പം 500 പേരെ കാണുള്ളായിരിക്കുള്ളൂ. അപ്പം പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഇതിൻ്റെ ഒരു പ്രതിവിധി കണ്ടെത്താൻ പറ്റുന്നവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വരികയാണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് വരുമ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പോയതിൻ്റെ ബാക്കി ആണ് പോകുന്നത്. ആ വീഡിയോ കാണാത്തവർക്ക് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ പാലക്കയം തട്ടിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ അകലെ ഒരു വേറൊരു വെള്ളച്ചാട്ടമുണ്ട്, ഏഴരക്കുണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് താത്തിരണോടാ വേണ്ടല്ലോ. എല്ലാവർക്കും വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി കഴിക്കാൻ പോവാണ്. അപ്പം കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതാണല്ലോ, അതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ലായിരുന്നു. അപ്പം നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ട നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതാണെങ്കിൽ വിശക്കില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഏഴരക്കൊണ്ട് പോകാൻ നേരെ വയല്ലേ. പിന്നെ നമ്മൾ കറക്റ്റ് പാലക്കയം തട്ടുന്ന ഒരു 7-7.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കറക്റ്റ് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം തോന്നുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇറങ്ങാം. എടാ ഗ്ലാസ് അടഞ്ഞോ? നമ്മുടെ വെഹിക്കിളെല്ലാം പാർക്ക് ചെയ്യുന്ന മേളിലാണ്. അപ്പം ഇവിടെ അകത്തോട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിന് പോകുന്ന വഴി. അവിടെ മേളിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് താഴോട്ട് വരണം. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴി നമുക്ക് ഓഫ് റോഡ് പോകാൻ വേണ്ടിയുള്ളൊരു വഴിയാണ്. ഒരു 6 കിലോമീറ്റർ അതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് ഡയറക്റ്റ് വണ്ടിക്ക് ചെല്ലാൻ പറ്റും. ജീപ്പൊക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളകത്ത് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വന്നതാണ്. ടിക്കറ്റ് എത്രയാണ് റേറ്റ്? ഒരാൾക്കാണോ? 7 പേരുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ അതോ? മറ്റേ വർക്കും ഇതെല്ലാം കൂടെ കൂടിയാണോ? വേറെ ടിക്കറ്റൊന്നുമില്ല. ചെയ്യാനുള്ള നടന്ന് കാണാറുണ്ട്. ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്, എല്ലാം കൂടെ എല്ലാ ഫുള്ള് സാധനം കൂടിയാണ്. പോകുന്ന വഴിക്കുള്ള വീടുകൾ ഇതിൽ ഒരു കുഴി സ്വിമ്മ് ചെയ്യാം. ഇതിനെല്ലാം കണ്ട് നടന്ന് കാണുന്നതാണ്. പിന്നെ വേറെ ടിക്കറ്റ് ഒന്നുമില്ല, സ്വിമ്മിംഗ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട്. അതെ, അതിനകത്ത് എൻട്രി പാസേ ഉള്ളൂ, വേറെ ഫീസൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, യൂസ് ചെയ്താൽ സ്വിമ്മ് ചെയ്യാം. ബാക്കി ഇതെല്ലാം പോകുന്ന വഴിക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ്, കുട്ടൻ ബ്രിഡ്ജ് ഇതെല്ലാം പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ അല്ലേ? അതിനകത്ത് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല. ചോദിക്കട്ടെ, 7 പേരുണ്ട്. വാ, ഇതൊക്കെ ചെയ്യോ? അല്ല ഇത് ഇറങ്ങാം. പാലമുണ്ട്. ഇതാണ് സംഭവം. ഇവിടെ അല്ലടാ, ഇതിൽ അങ്ങോട്ട് പോകണം. അത് അങ്ങോട്ട് പോകണം. ഇതല്ല വെള്ളച്ചാട്ടം. സമയത്തുണ്ടെങ്കിൽ ജീപ്പ് നിങ്ങളുടെ ജീപ്പ് വളരെ കാണാൻ പോകുന്നില്ല. ഇവിടെ ജീപ്പ് ഉണ്ട്. 29 വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി അവിടെ ഇരിക്കും പോലും നിങ്ങൾക്ക് കൂടെ നടന്ന് കണ്ടിട്ട് പോകാം. അങ്ങനല്ലേ? അത് വേണ്ട, ഞങ്ങൾ കുഴപ്പമില്ല. ഞങ്ങൾ ഇതിലെ കയറിട്ട് തിരിച്ചു വന്നോളാം.
ഇതിലെ കയറുവാണെങ്കിൽ എന്നൊക്കെ കാണാനുള്ള പാലമൊക്കെ ഉണ്ടോ? ഈ സംഭവമൊക്കെ കാണാം. ആ ഓക്കെ ഓക്കെ. എന്തേ ദൂരം ഉണ്ട് ഇതിൽ? 300. ആ പെട്ടെന്ന് ഓക്കെ. ആ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഒരാൾക്ക് 100 രൂപയാണ്. അപ്പം ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. അപ്പം അവർ 700 പറഞ്ഞു. ഞങ്ങൾ 500 എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 500 രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു. അപ്പം ഇതാണ് വെള്ളച്ചാട്ടം ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതല്ല, മേളിലോട്ടാണ്. ഇപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഇന്ന് 300 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. 1 കിലോമീറ്റർ പിന്നെ ഒരു 300 മീറ്റർ കൂടെ ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം എന്താ അവസ്ഥ എന്ന്. അവിടെ ചെല്ലുമ്പോൾ അറിയാമല്ലോ. മറികടി ഇവിടെ പോയോണ്ട് ഇത്ര സാധനം കിട്ടി. നമ്മളെ യാത്ര കണ്ടിന്യൂ ആണ്. അപ്പം കുറച്ച് ദൂരം നടക്കാനുണ്ടല്ലോ. അപ്പോൾ ഇവരോട് എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ള കറക്റ്റ് ഇവർ കേട്ടിട്ട് ഇവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഗേൾസ് ഇവരാരും ഒന്നും മിണ്ടിയില്ല. അപ്പം അനിയനും പിന്നെ അവൻ്റെ ഫ്രണ്ടും ഉണ്ട്. അവർ ഫ്രണ്ടിൽ ഓടിപ്പോവാണ്. ഞങ്ങളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് പയ്യെ ഇങ്ങനെ പോകണം. ഇവിടെ കുറച്ച് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇവിടെ ചാടാനുള്ള സംഭവമായിരിക്കും. പക്ഷേ ആരും കാണുന്നൊന്നുമില്ല, നമ്മളിവിടെ കണ്ടൊന്നുമില്ല. എന്തായാലും മുന്നോട്ട് പോകട്ടെ. നല്ല രസമുണ്ട് കാണാൻ. സൈഡിൽ കൂടെ ഇങ്ങനെ കൈവേരിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളച്ചാട്ടവും ചെറിയ ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഒരു വൈബ് കേട്ടോ സൈഡിൽ കൂടി ഇങ്ങനെ പോകാനൊക്കെ. വെള്ളച്ചാട്ടം ഇനിയുണ്ടോ? എന്തേലും ഉണ്ടോ ഇവിടെ? കുഴപ്പമില്ല, ഇവിടെ മുന്നുണ്ടാകും. പോയത് അടുത്ത ഈ 200 മീറ്റർ ഉള്ളൂ. ഇവിടെ എന്താ പരിപാടി? ഇവിടെ ഓക്കെ. ഈ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ നീന്താനും പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ബാക്കിൽ കണ്ടത്. അപ്പം ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു പാലമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇവിടെ ആരുമില്ല ഈ പരിസരത്തൊന്നും. ഇതൊരു കാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഈറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ്, നല്ല രസമുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് പാലം അങ്ങനെ തടി കൊണ്ടും കമ്പി കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു രസമാണ് ഇതിൽ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ. എല്ലാവർക്കും കസിൻസൊക്കെ ആയിട്ട് എല്ലാവരോടും പോകുമ്പോഴത്തേക്കും ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അടിപൊളി ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നല്ല രസമാണ് കേട്ടോ. അതും ഈ അങ്ങ് താഴേന്ന് മേളിൽ വരെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. അപ്പം ചെറിയ ചെറിയ പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തെന്നി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം പോകാൻ. സൂപ്പർ അല്ലേ? മോകണ്ട കഴിയാ കുടിക്കണ്ടേ? ഇറങ്ങിയോ? ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല നീറ്റ് സ്ഥലമാണ്, എല്ലാം ക്ലീനാണ് കേട്ടോ. കുടിക്കാൻ നല്ല വെള്ളമായില്ല വരുന്നതിനുള്ളൂ. മേളിൽ അവർ കുളിക്കുന്നതൊക്കെ അതൊക്കെയാ വരാൻ വഴിയുള്ളൂ. അല്ല, അവിടെ വെള്ളത്തിൽ ചാടുന്ന സ്ഥലമൊക്കെ വെള്ളച്ചാട്ടം. അതാ ഇത് വേറെ മറ്റേ പറമ്പിൽ കൂടെ ഒക്കെ വരുന്നതുകൊണ്ട് വിഷയമില്ല. നല്ല വെള്ളമായിരിക്കട്ടോ, നല്ല വെള്ളമായിരിക്കും. കുടിച്ചോ.
ഇവിടെ എൻറ്റോൾ ഹീലുള്ള ചെരുപ്പ് ഇട്ടുള്ളത് വന്നുകൊണ്ട് നല്ല സ്പീഡിലാണ് പോകുന്നത്. ഇഴഞ്ഞൊരു സമയമായി മേളിൽ ചെന്നപ്പോൾ. ഇപ്പോൾ നമ്മൾ തൂക്കുവാലത്തിൻ്റെ കാര്യം താഴെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ തൂക്കുവാല ഇതാണ് കേട്ടോ. വലിയ തൂക്കുവാലൊന്നുമല്ല, ചെറിയൊരു തൂക്കുവാലാണ്. ചെറിയൊരു പുഴയുടെ മേളിൽ കൂടെയാണ് പോകുന്നത്. അപ്പം മറ്റേ പുഴ അപ്പുറത്തെ സൈഡിലാണ്, ഇത് വേറെ ഒരു സൈഡിൽ നിന്ന് വരുന്നതാണ്. അപ്പം നല്ല സൗണ്ട് കേൾക്കാം മേളിൽ നിന്ന് വരുന്നത്. നീ കുറേ ഉണ്ടോ നടക്കാൻ? 20 അത്രേ ഉള്ളൂ. ഓക്കെ, എത്താറായി വാ. ആദ്യം വിചാരിക്കും ഇതാ വെള്ളച്ചാട്ടം, പക്ഷേ ഇതല്ല കേട്ടോ വെള്ളച്ചാട്ടം തൊട്ട് മേളിലാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്ന നേരെ വെള്ളച്ചാട്ടത്തിലോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ലൈഫ് ഗാർഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും ഇറക്കത്തില്ല. പിന്നെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ അങ്ങ് താഴെ മുമ്പേ നമ്മൾ കണ്ടില്ലേ, അവിടെ മാത്രമേ ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിട്ട് അവിടെ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഫാമിലിയൊക്കെ ആയിട്ട് സ്വിം ചെയ്യണമെങ്കിൽ അങ്ങ് താഴെ പറ്റുള്ളൂ. അപ്പം ഇവിടെ വെള്ളത്തിൽ ഇറക്കത്തില്ല. അടിപൊളി ഒരു വെള്ളച്ചാട്ടം. നമ്മൾ താഴെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് നടന്നു വന്നാലും മേളത്തെ വ്യൂ അടിപൊളി വ്യൂ ആണ്. അപ്പം നല്ല നീല കളർ വെള്ളമാണ്. അപ്പം നല്ല രസമുണ്ട് കാണാൻ. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് വന്നതിന് മുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത്രയും നമ്മൾ ഈ വെള്ളച്ചാട്ടം കയറി അത്രയും നമ്മൾ തിരിച്ചിറങ്ങണം. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളെല്ലാവരും എടുത്തിട്ട് നമ്മളിനി തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലെ ഈ വഴിയിലാണ് നമ്മൾ ഓഫ് റോഡ് വരുവാണെങ്കിലും ഇങ്ങോട്ടാണ് എത്തുന്നത് കേട്ടോ. അപ്പം അതിനൊരു ഇപ്പം ഇവിടെ 250 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴോട്ടും പോകാനുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ അവർ ഒരുക്കി തരും. ഇല്ല, ഞാൻ ഇരിക്കുന്നില്ല, മടുത്ത് മെഴുകിയിരിക്കുന്നവരെ കാണിച്ചതേ ഉള്ളൂ. നമ്മൾ താഴെ എത്തി. അപ്പോൾ ഇവരുടെ വെള്ളം കൂടി കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ മടുത്തിട്ടില്ല എന്നുള്ളത്. അത്യാവശ്യം എല്ലാവരും ശരിക്കും മടുത്തു കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.